ഹലോ സ്റ്റുഡൻസ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആക്സിലറേഷൻ വരെയാണ് പഠിച്ചത്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി നമ്മൾ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റിയാണ് നമ്മൾ ആക്സിലറേഷൻ എന്ന് പറയുന്നത്, അല്ലേ? ആക്സിലറേഷൻ എന്ന് പറയുന്ന ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി നമ്മൾ എന്തിനായിരുന്നു ഡിഫൈൻ ചെയ്തത്? അത് ഡിഫൈൻ ചെയ്യാനുള്ള കാരണം ചേഞ്ച് ഇൻ വെലോസിറ്റി ഓൾസോ ഹാപ്പൻസ് എവറി ടൈം, അല്ലേ? എല്ലാ സമയത്തും വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആവണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. വെലോസിറ്റിയിൽ ചേഞ്ച് ഉണ്ടാവും. അപ്പോൾ ആ ചേഞ്ച് എത്രത്തോളം ഉണ്ടായി എന്നുള്ള മെഷർമെൻ്റാണ് ആക്സിലറേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. റാപ്പിഡ് ചേഞ്ച്, പെട്ടെന്ന് വെലോസിറ്റി കൂടി അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ആക്സിലറേഷനും വളരെയധികം ഉണ്ട്. ആ റേറ്റ് ഓഫ് ചേഞ്ച് കൂടുതലാണ്, അല്ലെങ്കിൽ ആക്സിലറേഷൻ കൂടുതലാണ്. Okay, the change in velocity of the object during any time interval is not zero. The change in velocity will not be zero. And to answer some questions that we have put out here, sometimes change in velocity of the object for any interval is zero. Sometimes at some particular case ഇങ്ങനെ സീറോ ആവാനും പോസിബിലിറ്റി ഉണ്ട്, സീറോ ആവാതിരിക്കാനും പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, യൂണിഫോം മോഷൻ്റെ കേസിലാണെങ്കിൽ വെലോസിറ്റി എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിട്ടിരിക്കും, അല്ലേ? യൂണിഫോം മോഷൻ്റെ കേസിലാണെങ്കിൽ വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആയിരിക്കും. നോൺ യൂണിഫോം മോഷൻ്റെ കേസിലാണ് വെലോസിറ്റിയിൽ ചേഞ്ച് വരുന്നത്. ഓക്കെ, യൂണിഫോം മോഷനിലാണെങ്കിൽ വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഓക്കെ, ഇവിടെ പ്രത്യേകിച്ച് മെൻഷൻ ചെയ്തിട്ടുണ്ട് എലോങ് എ സ്ട്രെയിറ്റ് ലൈൻ. അതായത് ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നത് സ്ട്രെയിറ്റ് ലൈനിലാണ്. നമ്മൾ 9th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന എല്ലാ കേസസും സ്ട്രെയിറ്റ് ലൈൻ മോഷൻ്റെ കേസ് തന്നെയാണ് മിക്കവാറും പഠിക്കുന്നത്. അപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്തില്ല? മൂവ് ചെയ്യുമ്പോൾ ഡയറക്ഷനിൽ ചേഞ്ച് വരുന്നില്ല. ഒരേ ലൈനിലാണല്ലോ ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ ഡയറക്ഷനിൽ ചേഞ്ച് ഇല്ല കേട്ടോ. മാഗ്നിറ്റ്യൂഡിൽ മാത്രമേ ചേഞ്ചസും കാര്യങ്ങളും വരുന്നുള്ളൂ. ഇനി നോൺ യൂണിഫോം മോഷൻ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വെലോസിറ്റി വേരീസ് വിത്ത് ടൈം. വെലോസിറ്റി വേരി ചെയ്യും. അപ്പോൾ നമുക്ക് എന്തായാലും ജനറലി നമുക്ക് എന്ത് പറയാം? വെലോസിറ്റിക്ക് ഒരു ചേഞ്ച് വരുന്നുണ്ട്, അല്ലേ? ദർ ഈസ് എ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി. അപ്പോൾ അതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത പുതിയ ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ് ആക്സിലറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ആക്സിലറേഷനെ നമുക്ക് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി എന്ന് ഡിഫൈൻ ചെയ്യാം. ഓക്കെ, സോ ആക്സിലറേഷൻ ഇക്വേഷനായി എഴുതുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം. ഇത് ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആക്സിലറേഷൻ്റെ ഇക്വേഷൻ ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം, v മൈനസ് u ബൈ ടി. ഓക്കെ, ദെൻ നമ്മൾ യൂണിഫോം മോഷൻ എന്ന് പറഞ്ഞു. യൂണിഫോം മോഷൻ എന്ന് പറയുന്ന സമയത്ത് സ്പീഡ് കോൺസ്റ്റൻ്റ് ആണ്, അല്ലെങ്കിൽ വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണ്, അല്ലേ? ഇറ്റ് ട്രാവൽസ് ഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇൻ്റർവെൽ ഓഫ് ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ യൂണിഫോം ആക്സിലറേഷൻ എന്ന് പറയുന്ന ഒരു കേസും ഇവിടെ ഉണ്ടാവാം. എങ്ങനെ? ഇഫ് എൻ ഒബ്ജക്റ്റ് ട്രാവൽസ് ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. ഇവിടെയും നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താണ്? ഡയറക്ഷനിൽ ചേഞ്ച് വരുന്നില്ല അപ്പോൾ, കേട്ടോ. ഇഫ് ദ ഒബ്ജക്റ്റ് ട്രാവൽസ് ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ ആൻഡ് ഇറ്റ്സ് വെലോസിറ്റി ഇൻക്രീസസ് ഓർ ഡിക്രീസസ്, ഇനിയാണ് ഇമ്പോർട്ടൻ്റ് ആയ ടേം ഉള്ളത്. അതായത് ഈക്വൽ എമൗണ്ട്സ് ഇൻ ഈക്വൽ ഇൻ്റർവെൽസ് ഓഫ് ടൈം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഡിസ്റ്റൻസിൻ്റെ കേസിൽ ഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇൻ്റർവെൽ ഓഫ് ടൈം വരുന്നത് എന്ന്. അതേപോലെ വെലോസിറ്റിയിൽ ചേഞ്ച് ഉണ്ടാവുമെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോഴാണ് ആക്സിലറേഷൻ ഉള്ളത്. വെലോസിറ്റിയിൽ ഉണ്ടാവുന്ന ഇൻക്രീസോ ഡിക്രീസോ, അതായത് ചേഞ്ച് ഇൻ വെലോസിറ്റി എപ്പോഴും ഒരു പർട്ടിക്കുലർ ഇൻ്റർവെൽസ്, ഈക്വൽ ഇൻ്റർവെൽസ് എടുക്കുന്ന സമയത്ത് ചേഞ്ച് ഇൻ വെലോസിറ്റി എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിട്ടിരിക്കുക. അങ്ങനെയുള്ള കേസിൽ വി വിൽ കോൾ ഇറ്റ് ദാറ്റ് മോഷൻ ആസ് മോഷൻ വിത്ത് യൂണിഫോം ആക്സിലറേഷൻ. ഓക്കെ, so if an object travels in a straight line and its velocity increases or decreases by equal amounts in equal intervals of time, then the acceleration of the object is said to be uniform. And one example is given.
freely falling body. Freely falling body means, what is it? The object that is falling towards earth and the only force acting upon it is gravitational force. അതായത് നമ്മൾ മേലെ നിന്ന് കുറച്ച് ഹൈറ്റിൽ നിന്ന് എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റിനെ ജസ്റ്റ് നമ്മളിങ്ങനെ ഡ്രോപ്പ് ചെയ്യുന്നു, വലിച്ചെറിയല്ല ചെയ്യുന്നത്, ജസ്റ്റ് നമ്മളൊന്ന് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ കല്ലിങ്ങനെ തനിയെ ഓട്ടോമാറ്റിക്കലി ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് താഴേക്ക് ആക്ട് ചെയ്യുന്നത് കൊണ്ട് താഴേക്ക് മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കും അല്ലേ. അവിടെ അപ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൊണ്ടുള്ള ആക്സിലറേഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ, അതായത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അവിടെ അപ്പോൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി നമുക്കറിയാം, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഈസ് എ കോൺസ്റ്റൻറ്റ്. നമ്മൾ ഗ്രാവിറ്റേഷൻ എന്നുള്ള ചാപ്റ്ററിൽ എങ്ങനെയാണ് ജിയുടെ വാല്യൂ വരുന്നത് എന്ന് നമ്മൾ പഠിക്കും. അപ്പോൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഈസ് എ കോൺസ്റ്റൻറ്റ്. ഓക്കെ, ഓക്കെ. അപ്പോൾ യൂണിഫോം ആക്സിലറേഷനുള്ള എക്സാമ്പിളാണ് ഫ്രീലി ഫോളിങ് ബോഡി. ഓക്കെ, ഇനി നോൺ യൂണിഫോം ആക്സിലറേഷൻ, അതായത് ഇവിടെ ആക്സിലറേഷൻ്റെ വാല്യൂ സെയിം ആയിരിക്കും കേട്ടോ, എപ്പോഴും 9.8 m/s² ആയിരിക്കും. ഇനി ഈ ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്യുമ്പോൾ ഇതിൻ്റെ വെലോസിറ്റി, അതായത് നമ്മൾ ഈക്വൽ ചേഞ്ച് ഇൻ ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈം എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ ഈക്വൽ അല്ല ചേഞ്ച്, തോന്നിയ പോലെ കൂടുകയും കുറയുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നോൺ യൂണിഫോം ആക്സിലറേഷൻ എന്ന് പറയാം. അവിടെയുള്ളത് നോൺ യൂണിഫോം ആക്സിലറേഷനാണ്. അപ്പോൾ യൂണിഫോം ആക്സിലറേഷൻ എന്ന് പറയുമ്പോൾ എ അവിടെ കോൺസ്റ്റൻ്റ് ആണ് കേട്ടോ. യൂണിഫോം ആക്സിലറേഷൻ എന്ന് നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ വെർ ഇസ് ഇറ്റ് യൂണിഫോം ആക്സിലറേഷൻ, ആക്സിലറേഷൻ യൂണിഫോം എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ ഈസ് എ കോൺസ്റ്റൻറ്റ്. നോൺ യൂണിഫോം ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ആക്സിലറേഷനും മാറിക്കൊണ്ടേയിരിക്കുന്നു എന്നർത്ഥം. ഓക്കെ, ഇനി നമുക്കിവിടെ ഒരു ന്യൂമറിക്കൽ പ്രോബ്ലം കൊടുത്തിട്ടുണ്ട്. Starting from a stationary position, Rahul paddles his bicycle, attain a velocity, paddles his bicycle to attain a velocity of 6 m/s in 30 seconds. Then he apply brakes such that velocity of the bicycle comes down to 4 m/s in next 5 seconds. Calculate the acceleration of the bicycle in both cases. അപ്പോൾ ഇവിടെ സ്റ്റേഷനറി പൊസിഷനിൽ രാഹുൽ സ്റ്റാർട്ട് ചെയ്ത് 30 സെക്കൻഡ് ടൈം എടുത്ത് 6 m/s വെലോസിറ്റി അറ്റൈൻ ചെയ്യുന്നു. അങ്ങനെയാണ് ആദ്യത്തെ കേസിൽ പറയുന്നത് അല്ലേ. അതായത് നിർത്തിയ സ്ഥലത്ത് നിന്നാണ് തുടങ്ങുന്നത് രാഹുൽ, ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്. എത്ര വെലോസിറ്റി അറ്റൈൻ ചെയ്യുന്നു? 6 m/s വെലോസിറ്റി അറ്റൈൻ ചെയ്യുന്നു. അപ്പോൾ അതാണ് ആ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷൻ, ആ ഒരു സിറ്റുവേഷൻ മാത്രമാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. അവിടെ വി എത്രയാണ്? 6 m/s ആണ്. ഓക്കെ, ഇത് സംഭവിക്കുന്നത് എപ്പോഴാണ്? വിത്തിൻ എ ടൈം 30 സെക്കൻഡ് അല്ലേ. ഓക്കെ, ആക്സിലറേഷനുള്ള ഇക്വേഷൻ അറിയാം, ജസ്റ്റ് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. a is equal to v minus u/t. സെക്കൻഡിലും m/s എല്ലാം SI യൂണിറ്റിൽ തന്നെയാണുള്ളത്. അപ്പോൾ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, യു വിൽ ഗെറ്റ് ദ വാല്യൂ. ഇറ്റ് ഈസ് വെരി ഈസി ആക്ച്വലി അല്ലേ. ഇനി രണ്ടാമത്തെ കേസിൽ എന്താ സംഭവിക്കുന്നത്? ഈ 30 സെക്കൻഡിന് ശേഷം അല്ലേ, ഇപ്പോഴെത്രയാണ് ഇതിൻ്റെ വെലോസിറ്റി ഉള്ളത്? 6 m/s ആണ്. ഇത് സെക്കൻഡ് കേസാണ്. അപ്പോൾ 6 m/s വെലോസിറ്റി ഉള്ള ബൈസിക്കിളിൻ്റെ വെലോസിറ്റി 4 m/s ആയി മാറുന്നു അല്ലേ. എത്ര സമയം എടുത്തിട്ടാണ്? 5 സെക്കൻഡ് എടുത്തിട്ടാണ്. അപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി, ഫൈനൽ വെലോസിറ്റി, ടൈം എല്ലാം കിട്ടിയല്ലോ, എല്ലാം നമ്മൾ മനസ്സിലാക്കി. u ഈസ് 6 m/s, v ഈസ് 4 m/s, ടൈം ഈസ് ഗിവൺ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, യു ആർ ഗെറ്റിംഗ് എ നെഗറ്റീവ് വാല്യൂ. അപ്പോൾ ഇവിടെ നെഗറ്റീവ് വാല്യൂവും പോസിറ്റീവ് വാല്യൂവിനും അതിൻ്റെതായ സിഗ്നിഫിക്കൻസ് ഉണ്ട് കേട്ടോ. അതായത് the acceleration of the bicycle in the first case is 0.2 m/s² and in the second case is minus 0.4 m/s². ഇവിടെ നമുക്ക് എപ്പോഴെങ്കിലും ആക്സിലറേഷൻ നെഗറ്റീവാണ് കിട്ടുന്നതെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം ആ ഒബ്ജക്റ്റിൻ്റെ സ്പീഡ് കുറഞ്ഞു വരികയാണ്. ഓക്കെ, ആക്സിലറേഷൻ പോസിറ്റീവ് ആണെങ്കിൽ ആ ഒബ്ജക്റ്റിൻ്റെ സ്പീഡ് കൂടിക്കൂടി വരികയാണ് ചെയ്യുക. ഓക്കെ, അതായത് നമ്മളിപ്പോൾ ഒരു ഫോഴ്സ്, ഒരു ഒബ്ജക്റ്റിൻ്റെ മേലെ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതെന്ന് വിചാരിക്കുക.
ഫോഴ്സ് അപ്ലൈ ചെയ്യുകയാണേ, ഈ ഒരു ഒബ്ജക്റ്റിൻ്റെ മേലെ ഈ ഒരു ഡയറക്ഷനിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഈ ഒബ്ജക്റ്റ് എന്ത് ചെയ്യും? ഈ ഡയറക്ഷനിൽ മൂവ് ചെയ്യല്ലോ. അതായത് ഈ ഡയറക്ഷനിൽ ഇതൊരു വെലോസിറ്റി അറ്റൈൻ ചെയ്യും. വെലോസിറ്റിയുടെ അതേ ഡയറക്ഷനിൽ തന്നെ ആയിരിക്കും എന്ത്? ആക്സിലറേഷനും ഉണ്ടാവുക. അതായത് സ്പീഡ് കൂടിക്കൊണ്ടേയിരിക്കും അല്ലേ? സ്പീഡ് കൂടുന്നു, സ്പീഡ് കൂടുമ്പോൾ എന്തും കൂടും? ആക്സിലറേഷനും കൂടും. ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം അല്ലേ? വെലോസിറ്റി കൂടുമ്പോൾ ആക്സിലറേഷനും കൂടും. ഓക്കെ, ഇനി നമ്മുടെ ഇവിടെ വണ്ടി എന്താ ചെയ്തേ? വണ്ടി സ്റ്റോപ്പ് ചെയ്യുക ചെയ്യുന്നത് അല്ലേ? അപ്പോൾ നമ്മൾ ആദ്യം അപ്ലൈ ചെയ്ത ഫോഴ്സ് ഉപയോഗിച്ച് വണ്ടി ഈ ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നുണ്ട് ഓൾറെഡി. ഇതിനെ നിർത്തണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതേ ഡയറക്ഷനിൽ തന്നെ ഫോഴ്സ് അപ്ലൈ ചെയ്ത് നിൽക്കില്ലല്ലോ എന്തായാലും. എന്ത് ചെയ്യണം? ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് നമ്മൾ വേറൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യേണ്ടതല്ലേ? അതാണ് നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ഇവിടെ എന്തുണ്ട്? ഈ ഒരു ഡയറക്ഷനിലേക്ക് ആക്സിലറേഷൻ ആക്ട് ചെയ്യും. ആക്ച്വലി ഇങ്ങോട്ടും ഒരു ഫോഴ്സ് ഉണ്ട്, ഇങ്ങോട്ടും ഒരു ഫോഴ്സ് ഉണ്ട്. നെറ്റ് ഫോഴ്സ് എന്താണ്? നമ്മൾ സ്പീഡ് കുറക്കാനല്ലേ നോക്കുന്നത്. അപ്പോൾ നെറ്റ് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ് ഉണ്ടാവുക. നെറ്റ് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ടുവേർഡ്സ് ലെഫ്റ്റ് ആണ് ഉണ്ടാവുക കേട്ടോ. ഇങ്ങോട്ടാണ് നെറ്റ് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ഉണ്ടാവുക. അപ്പോൾ നെറ്റ് ആക്സിലറേഷനും എന്തായിരിക്കും? ഈ ഡയറക്ഷനിലാണ് ഉണ്ടാവുക. അതായത് ഒബ്ജക്റ്റ് ഇങ്ങോട്ടേക്കാണ് മൂവ് ചെയ്യാൻ ശ്രമിക്കുന്നത്, ആക്സിലറേഷൻ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് കുറച്ച് കഴിയുമ്പോൾ ഒന്ന് സംഭവിക്കും? സ്പീഡ് കുറഞ്ഞു വരും, അല്ലെങ്കിൽ ഒബ്ജക്റ്റ് സ്റ്റോപ്പ് ആവും. ഓക്കെ, അപ്പോൾ വെലോസിറ്റിയുടെ ഡയറക്ഷനും ആക്സിലറേഷൻ്റെ ഡയറക്ഷനും ഓപ്പോസിറ്റ് ആണെങ്കിൽ എ നമ്മൾ നെഗറ്റീവായിട്ട് എടുക്കും. ഓക്കെ, നമ്മൾ മനസ്സിലാക്കേണ്ടതും അങ്ങനെ തന്നെയാണ്. വെലോസിറ്റിയുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ആക്സിലറേഷൻ ആക്ട് ചെയ്യുന്നത്. വെലോസിറ്റിയുടെ സെയിം ഡയറക്ഷനിലാണ് ആക്സിലറേഷൻ ആക്ട് ചെയ്യുന്നതെങ്കിൽ ആക്സിലറേഷൻ പോസിറ്റീവായിട്ട് വേണം ചൂസ് ചെയ്യാൻ. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നമ്മൾ ഇവിടെയും മുമ്പിലത്തെ പേജിലുമായി കുറച്ച് ക്വസ്റ്റ്യൻസ് വിട്ടിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻസിൻ്റെ സൊല്യൂഷനായിട്ട് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. ഓക്കെ, യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. Thank you.